സത്യസന്ധമായി ജീവിക്കണം എന്ന് ചെറുപ്പം മുതൽ കേൾക്കാത്ത ആരും ഉണ്ടാകില്ല നമുക്കിടയിൽ. എന്നാൽ പലപ്പോഴും കള്ളം സത്യമായി വിശ്വസിക്കപ്പെടുന്ന ഒരു ലോകത്ത് അതത്ര എളുപ്പമല്ല. അതിന് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം. സത്യം ചെരുപ്പ് തിരയുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കറങ്ങി വരും എന്ന പ്രയോഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ചുറ്റും പലപ്പോഴും സംഭവിക്കുന്ന അങ്ങനെ തന്നെയാണ്. കള്ളമാണ് എന്നറിഞ്ഞിട്ടും എപ്പോഴും സത്യമെന്ന നിലയിൽ പ്രചരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം. മനുഷ്യർ സ്വന്തം തലച്ചോറിൻ്റെ 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, 90% ഉപയോഗിക്കുന്നില്ല എന്ന് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. 100% തലച്ചോറ് ഉപയോഗിക്കാൻ കഴിയുന്ന മനുഷ്യനെ പിടിച്ചാൽ കിട്ടില്ല എന്നാണ് പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും ആ ആൾ പറയുന്നത്. അത്ര വലിയ ബുദ്ധിമാനായിരിക്കും. തലച്ചോറ് മൊത്തമായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ ആളിനെ പിടിച്ചാൽ കിട്ടത്തില്ല. എന്നാൽ അതൊരു പച്ച കള്ളമാണ്. നമ്മുടെ തലച്ചോറിനെ മുഴുവനായും തന്നെ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇങ്ങനെയാണ് പല കാര്യങ്ങളും നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. അത് നമ്മൾ സത്യമാണെന്ന് കരുതി നമ്മളും പലരോടും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല എത്രയോ കാലം, ഒരുപക്ഷെ നമ്മൾ മണ്ണടിയുന്നത് വരെ ഇതൊരു സത്യമാണെന്ന് വിശ്വസിച്ച് നമ്മൾ പ്രചരിപ്പിക്കും. അതുകൊണ്ട് സത്യസന്ധരായിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പൂർണ്ണമായും നിഷ്കളങ്കനായിരിക്കുന്നത് അത്ര ശരിയല്ല. അങ്ങനെയുള്ള ആൾക്കാർ എളുപ്പം ചൂഷണം ചെയ്യപ്പെടുമെന്നും വിവരമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. സത്യസന്ധതയോളം വരുന്ന പാരമ്പര്യമൊന്നും ആർക്കും ഈ ലോകത്ത് അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? വില്യം ഷേക്സ്പിയറാണ് ഈ കാര്യം പറഞ്ഞത്. ഏറെ പണിപ്പെട്ടിട്ടാണെങ്കിലും പലപ്പോഴായി നമ്മൾ പഠിച്ചു വെച്ച നുണകൾ സ്വയം തകർത്ത് നമ്മൾ സത്യസന്ധരായി നിലനിൽക്കേണ്ടത് ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ്. ഒരു കാര്യം നമ്മൾ കേട്ടാൽ അതിൻ്റെ സയൻസ്, അതിൻ്റെ ലോജിക് നമ്മൾ ആലോചിച്ച് നോക്കണം. എപ്പോഴൊരു ശാസ്ത്രീയ മനോഭാവം, അതല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന കാര്യം ഉള്ളിൽ സൂക്ഷിക്കണം. തലച്ചോറ് നമ്മൾ പണയം വെക്കാൻ പാടില്ല. അപ്പോൾ ഓർത്തോളൂ, എപ്പോഴും നമ്മൾ 100% തലച്ചോറും ഉപയോഗിക്കുന്നവരാണ്. തലച്ചോറ് നമ്മൾ വേസ്റ്റ് ആക്കാറില്ല. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം.